എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറ്റിയടിക്കുന്നതും കല്ലിടുന്നതും അതുപോലെ തന്നെ നമ്മൾ കട്ടള സ്ഥാപിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രഹമൊക്കെ നിർമ്മിക്കുമ്പോൾ പഴയ ഗ്രഹങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടായിരിക്കും നമ്മൾ പുതിയ ഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊളിച്ചു കളയുമ്പോൾ നമുക്ക് ആ അസ്ഥാനത്ത് നിൽക്കുന്ന കിണറുകളൊക്കെ ചിലപ്പം കാണും. അപ്പോൾ മാക്സിമം നമ്മൾ കിണറുകളൊക്കെ പൊളിക്കാതെ തന്നെ മൂടാതെ തന്നെ നമ്മൾ ഗ്രഹം പണിയുന്നതായിരിക്കും ഉത്തമം. പക്ഷേ നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് കിണറിൻ്റെ സ്ഥാനങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ഈ കിണർ എങ്ങനെ മൂടാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമുക്ക് വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കിണർ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ജലരാശിയാണ്. അപ്പം പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രഹം പണിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പ്രധാനം നമുക്ക് ജലം, വായു, അഗ്നി 3 കാര്യങ്ങളുണ്ട്. ഇതിന് ദോഷകരമായിട്ടുള്ള ഗ്രഹനിർമ്മാണം നമുക്ക് ഉത്തമമല്ല. അപ്പോൾ ഒന്നാണ് നമുക്ക് ജലം ലഭ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് മൂടാതിരിക്കുക. അപ്പോൾ നമുക്ക് മൂടേണ്ടി വരികയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ നമുക്കത് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യാം എന്ന്, കാരണം പ്രകൃതിയെ മാനിച്ചുകൊണ്ടേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളൊരു കിണർ മൂടാൻ എന്തൊക്കെ ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കിണർ മൂടുമ്പോൾ വിളക്കൊക്കെ നമ്മൾ തെളിയിച്ച് വയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ഒരു വെറ്റയും പാക്കും നാണയം നമ്മൾ സങ്കല്പിച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ കിണർ മൂടാൻ ഒരു സമയമെടുത്തുകൊണ്ട് ആ കിണറിലേക്ക് നമ്മൾ കുറേ ദ്രവ്യങ്ങൾ അർപ്പിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അർപ്പിക്കേണ്ട ദ്രവ്യം എന്ന് പറഞ്ഞാൽ കരിക്കിൻ്റെ നീരാണ്, കരിപ്പീൻ ജ്യൂസാണ്. ഇത് നമ്മൾ 1 ഗ്ലാസ് കരിക്കൻ ജ്യൂസ് അർപ്പിച്ചുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് പാല് നമ്മൾ ഒഴിച്ച് അർപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൽ പിന്നെ വെണ്ണയില്ലെങ്കിൽ നെയ്യായാലും മതി. പിന്നെ നമ്മൾ അർപ്പിക്കേണ്ടത് നമ്മൾ ഈ പനിനീരെന്ന് പറയുന്ന നമ്മൾ മേടിക്കാൻ കിട്ടുന്ന സാധനമുണ്ട്, പനിനീര് നമ്മൾ അർപ്പിക്കണം. അപ്പോൾ അതെല്ലാം അർപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കുടം നിറച്ച ജലം, ആ കിണറ്റിൽ നിന്ന് കോരുന്ന ജലം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു കുടം ജലവും നമ്മൾ അർപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നല്ല 3 കൊട്ട മണ്ണ് നമ്മൾ ആ കിണറ്റിൽ ആദ്യമായിട്ട് ഇടണം. അതിന് ശേഷം മാത്രമേ ബാക്കി നമ്മൾ കിണർ മൂടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ മൂടുമ്പോൾ തന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ വളരെ കുറവായിട്ടുള്ള സമയത്ത് വേണം കിണർ മൂടാൻ. അപ്പോൾ മേടം, ഇടവം ഒക്കെ മാസങ്ങളിലൊക്കെ നമുക്ക് മഴയുള്ള സമയങ്ങളാണ്. അപ്പം കുംഭമാസമൊക്കെ സമയങ്ങളിൽ നമുക്ക് കിണർ മൂടാം. മീനമാസമൊക്കെ, കുംഭം, മീനം മാസങ്ങളിൽ കിണർ മൂടുന്നതായിരിക്കും നല്ലത്. കുഴിക്കുന്നതും അതേ സമയം തന്നെയാണ്. അപ്പം നമ്മളത് മൂടാന്ന് വെച്ചാൽ ജലലഭ്യത നമുക്ക് വളരെ കുറഞ്ഞ് താഴ്ന്നു പോകുന്ന ഒരു സമയത്താണ് നമ്മളിതൊക്കെ മൂടാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു പ്രകൃതിയെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ കിണറൊക്കെ മൂടാൻ. അത് വെറുതെ പോയിട്ട് നമ്മൾ ഒരു കിണർ മൂടരുത്. മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജലത്തിൻ്റെ ദോഷം നമ്മുടെ ഗ്രഹത്തിൽ നമുക്ക് എപ്പോഴും നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കിണറൊക്കെ മൂടി പിന്നെ നമ്മൾ കല്ലും മണ്ണും മിക്സ് ചെയ്ത് വേണം കിണറിൽ നമ്മൾ ഇടാൻ. അപ്പോൾ മണ്ണ് മാത്രം ഇട്ട് നമ്മൾ കിണർ മൂടരുത്. പതുക്കെ നമ്മുടെ ഭൂമിയിൽ നമുക്ക് അതിനകത്ത് എയർ ബോൾസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ കല്ലും മണ്ണും മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടണം. അപ്പം കുറഞ്ഞ ഒരു 6 മാസമെങ്കിലും അതിൻ്റെ മേളിൽ നിർമ്മിതികളൊന്നും നടത്താതെ, നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കിണറിൻ്റെ മേളിലോട്ട് നമുക്ക് വീടുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ മൂടുന്നത്. ഇത് 6 മാസമെങ്കിലും മുമ്പേ നമ്മൾ ഗൃഹനിർമ്മാണത്തിന് മുമ്പേ കിണർ മൂടിയിരിക്കണം. അങ്ങനെ മൂടി അവിടുത്തെ മണ്ണും കല്ലും ഒക്കെ ഉറച്ചുവെന്ന് നമുക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിൽ പുതിയ ഗ്രഹമൊക്കെ നിർമ്മിക്കാവൂ. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമ്മളൊരു കിണറൊക്കെ മൂടി നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ ഗൃഹനിർമ്മാണം നടത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.